പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ്? ഞാൻ ബാങ്കിൽ നിന്ന് വന്നാണേ. മറ്റേ ബാങ്കിൽ നിന്ന് വന്നാണേ, ലോൺ എടുത്തായിരുന്നു. അടവ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊടുക്കണം. അടവ് 3-4 മാസം അടച്ചിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാര്യം എന്തായാലും 2 മാസം കൂടി അടയ്ക്കാം. 2 മാസം നമുക്ക് ബാങ്ക് തരുന്നില്ല, പെട്ടെന്ന് അടച്ചു വെക്കണം. അതിന് വയ്യായൊക്കെ കുറച്ച് തരുമ്പോഴും വയ്യായൊന്നും അടയ്ക്കാൻ പറ്റാണ്ട് എന്തായാലും അടയ്ക്കാം. നമുക്ക് ശരിയാണ്, പക്ഷെ എന്നാലും നിങ്ങൾ കുറച്ചെങ്കിലും അടച്ചു വെക്കണം. 2018 ലോണില്ല, 25 കുറച്ചൊക്കെ അടച്ചതൊക്കെ പലിശയാക്കി ഇട്ടിരിക്കും മാനേജർമാർ. എന്താ ചെയ്യുക? ശരി, ഞാൻ അടുത്ത മാസം ക്ലോസ് ചെയ്യാം. വേറെ ലോൺ ചോദിച്ചിട്ടുണ്ടേ, അതുകൊണ്ട് ക്ലോസ് ചെയ്യാം. എത്രപ്പെട്ട എന്നെ കൊണ്ട് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ന്യായ ബാങ്കിൽ പോയി ചോദിക്കും. കാര്യം പറഞ്ഞു ശരി, നാളെ രാവിലെ വരാം. എന്തെങ്കിലും വിട്ടുവെച്ച് ശരിയായിരിക്കും. പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് അടച്ചു വെക്കാൻ മതി. വണ്ടിയും വിറ്റിട്ടെങ്കിൽ അടയ്ക്കാം. വണ്ടിയെ വാങ്ങാനുണ്ടെങ്കിൽ വിറ്റിട്ടെങ്കിൽ ഞാൻ അടയ്ക്കാം. എന്താ ചെയ്യുക? അടുത്തില്ലേ? സാറ് പറഞ്ഞ സ്പോട്ട് എത്തിയിട്ടുണ്ട്. ആ അമ്മക്കാണ് സംസാരിച്ചു. ആ അമ്മാൻ കാണുമ്പോൾ പാവം തോന്നുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത് സാർ? ശരി സാർ, അതുപോലെ പറയാം സാർ. നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ സാർ. ഇല്ല, 2 മാസത്തിന് അടയ്ക്കാറുണ്ട്. ശരി സാർ, ഓക്കെ. ഭയങ്കര പ്രശ്നമാണ്. നാളെ രാവിലെ ഒന്ന് അടയ്ക്കാം. കുറച്ച് അടയ്ക്കാം, പകുതി അടയ്ക്കാം. വീടും കുടിപ്പാട് പോയി നാളെ കുറച്ച് കൊണ്ട് അടയ്ക്കാം. പിന്നെ 2 മാടുകളുണ്ട്, അതിനെ വീട്ടിൽ നാളെ കുറച്ച് കൊണ്ട് അടയ്ക്കാം. A few moments later. രാവിലെ പോയതാണ് ഉമ്മ, കാണാനില്ല. അതുകൊണ്ട് ലോൺ എടുത്ത് അങ്ങനെയാണ് കൊണ്ട് എന്തൊക്കെ ഒരു വാക്കം പറഞ്ഞറിയാൻ അവിടെ ഇത് കരഞ്ഞു. രാവിലെ 6 പോലെ ചൂടായത് കൊണ്ടില്ലേ. 2025 രൂപ അടച്ചിട്ടാ പറഞ്ഞാൽ പിന്നെ ജപ്തി ചെയ്യുമ്പോണ്ടല്ലോ. ഇത്തിരി വെള്ളം താ. രാവിലെ തുടങ്ങി അവിടെ കുത്തുന്നതായിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. എന്താ വെള്ളം? പ്രളയം വന്നു. കാരണം നേരെ പഠിക്കൊന്നും പോകാൻ പറ്റാണ്ടാണോ, അടയ്ക്കാൻ പറ്റാണ്ടാണോ, എങ്ങനെയാ അടച്ചു നിൽക്കുക സാറേ? അവർ ജപ്തി. ആ ചങ്ങാതി രാവിലെ വന്ന സാറെന്താ ഒരു ചൂടാവലിലെ ചെള്ളി പോലെ ഇട്ട് ചൂടാണ് നോക്ക്. അത്രയും കെട്ടി ഇതിനൊക്കെ അവർ പലിശയാക്കി ഇതൊക്കെ നമ്മൾ അടച്ച പൈസ വേണം. ഇതൊക്കെ അവർ പലിശയാക്കിയിരിക്കണേ. എന്നിട്ട് ഇന്നും കെട്ടത്ര 1,70,000 രൂപ. എന്താ പറയുക? 2018 പ്രളയം വന്നു, 2021 കൊറോണ വന്നു. ഇതൊന്നും അവർക്ക് പറഞ്ഞാൽ അറിയില്ലാന്ന്. നമ്മുടെ ഇതൊന്നും അവർക്ക് അവരത് എന്ത് പറഞ്ഞു അറിയണം. കുറേ ഇരുന്ന് പറഞ്ഞ് കുറേ കാര്യം നോക്കി. 25 കെട്ടിയില്ല പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കരച്ചിലൊന്നും ഇവിടെ വേണ്ട പറഞ്ഞിട്ടുണ്ട്.